പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കോമിക്സിലുള്ള ഒരു പേരാണ് റിവോൾവർ റിംഗോ, CID മൂസ, ഇരുമ്പ് കൈ മായാവി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു മലയാളത്തിന്റെ ഒരു ഇതുണ്ട്. ഇത് റിവോൾവർ റിംഗോ ഇത് മലയാളത്തിലുണ്ടായിരുന്നതാണ്. റിവോൾവർ എന്നൊക്കെ പറയുന്നത് CID എന്ന് പറയുന്നതും മലയാളമല്ലല്ലോ. പണ്ടത്തെ വെക്കേഷനിൽ അപ്പൊ എന്താ ചെയ്തത്? പണ്ട് പറഞ്ഞ പോലെ അമ്മ അവന്റെ വീട്ടിൽ പോവാ. ഞാൻ പറഞ്ഞത് താൻ പറഞ്ഞല്ലോ, ഇത് കേരളത്തിലെ എല്ലായിടത്തും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഓർ മമ്മൂട്ടി അവരുടെ സിനിമേഴ്സ് ഞാൻ അതിൽ കുറച്ച് സിനിമ അങ്ങനെയല്ല, കുറച്ച് സിനിമേഴ്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. ഞാൻ പിന്നെ എന്തോ അന്താരാഷ്ട്ര GK ചോദിക്കണേ എന്നാ പറഞ്ഞ നമുക്ക് ഇനി കുറച്ച് GK ചോദിക്കാം. അത് ചോദിക്കില്ല, എനിക്കറിയാവുള്ള. ഇപ്പോ ഇത്രയും ചെയ്ത ക്യാരക്ടറിൽ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യും? സിനിമ ചെയ്യുമ്പോൾ എല്ലാ ക്യാരക്ടറും എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടായിരിക്കും. വെറുതെ ഒരു പ്രശ്നം, യഥാർത്ഥ ജീവിതത്തില് അത്ര പ്രശ്നങ്ങളില്ല. അതിലൊക്കെ കള്ളനാണോ? ഞാൻ ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഒക്കെ അഭിനയിച്ചു. എനിക്ക് രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ച കൊള്ളാന്നുണ്ട്. തമിഴിൽ ആക്ട് ചെയ്ത മൂവിയിൽ ഈ ക്യാരക്ടർ ഞാൻ പൊളിച്ചു എന്ന് തോന്നിയ ഒരു മൂവി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ? പാൻ ഇന്ത്യൻ സ്റ്റോറി കണ്ടോ? ആരും കണ്ടിട്ടില്ല, ധൈര്യമായിട്ട് പറയാലോ. ലാലേട്ടൻ്റെ അടുത്ത് ഒരു സബ്ജക്ട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ അത് ഇഷ്ടമില്ല. അത് പിന്നെ റീറൈറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് ഒന്ന് മാറ്റി എഴുതാന്ന് വിചാരിച്ചിട്ടിരിക്കുക. എന്താണ് സ്റ്റോറി? അത് മൊത്തം ഒന്ന് പറയട്ടെ, സ്ക്രിപ്റ്റ് എടുത്ത് കൂടി ഒന്ന് വായിക്കാം. ഞാനൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഇവരെയൊന്നും. ശങ്കരാടി, കുതിരോട്ടം പപ്പു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെയുള്ള ആളുകളുടെ ആ സിനിമകളിലൊക്കെ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് ആ ക്യാരക്ടറാന്ന് തോന്നുന്നു. അമ്മാവനായിട്ട് ശങ്കരാടി എന്ന് പറഞ്ഞ ആളെ കാണുമ്പോൾ കറക്റ്റ് അമ്മാവനാണ്. വേറൊരു പടത്തിൽ പുള്ളി ഏതെങ്കിലും ഒരു കമ്പനിയുടെ MD ആയിട്ട് കാണുമ്പോൾ ഇയാൾ MD ആണ്, ഒരു തർക്കമല്ല അതിന് എന്ന് പറയാം. ഇപ്പൊ ജഗതി ശ്രീകുമാർ ആണെങ്കിലും അങ്ങനെയുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ കണ്ടാണ് നമ്മുടെ ബാല്യം. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള നടന്മാരുണ്ട് എനിക്ക് ഇതുപോലെ ഒരു അഭിനയം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആക്ടർ ആവണമെന്ന് തോന്നിയിട്ടുള്ള നടന്മാരായിരുന്നു? എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി നമ്മുടെ ഇത് വെച്ച് തോന്നിയേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസനെ കുറിച്ച് ഇങ്ങനെ എല്ലാവരും പറയുകയോ ഇവൻ വലുതാവുമ്പോൾ ശ്രീനിവാസൻ പോലെ ആവും എന്നൊക്കെ പറയണോണ്ട് എനിക്ക് ശ്രീനി സാറിനോട് ഭയങ്കര ഒരു അങ്ങനെ ഒരു ചെറുപ്പം തുടങ്ങി അങ്ങനെ ഒരു എന്നെ കുറിച്ച് അങ്ങനെ പറയുകയും കൂടി ചെയ്യണോണ്ടായിരിക്കും എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടുണ്ട്. ഹായ്, ഞാൻ അശ്വതി. ഗാലറി വിഷൻ മീഡിയയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് റിവോൾവർ റിംഗോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി വിഷ്ണു ചേട്ടനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് മറ്റേ കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ കണ്ട. അന്ന് തൊട്ട് ഭയങ്കര ഫാനായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് തൊട്ട്. സന്തോഷം. ഓക്കെ, ഇപ്പോഴത്തെ വിശേഷം റിവോൾവർ റിംഗോ. എന്താണ് റിവോൾവർ റിംഗോ? ഒരു പേര് തന്നെ ഒരു ഗാംഭീര്യത്തോടെ ഉള്ള ഒരു പേരാണ്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കോമിക്സിലുള്ള ഒരു പേരാണ്, 80s ഇതാ. റിവോൾവർ റിംഗോ, CID മൂസ, ഇരുമ്പ് കൈ മായാവി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു മലയാളത്തിന്റെ ഒരു ഇതുണ്ട്. ഇത് റിവോൾവർ റിംഗോ ഇത് മലയാളത്തിലുണ്ടായിരുന്നതാണ്. റിവോൾവർ എന്നൊക്കെ പറയുമ്പോൾ തോക്കൊക്കെ അല്ലേ ഓർമ്മ വരത്തുള്ളൂ. അതിപ്പോ CID എന്ന് പറയുന്നതും മലയാളമല്ലല്ലോ, CID മൂസ. അല്ല, ഈ പറഞ്ഞ ഇതെല്ലാം ആ സമയത്ത് ഉണ്ടായിരുന്ന കോമിക്സിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. വെറൈറ്റി നെയിം ആണ്. പേര് ഇതിലേക്ക് എടുത്തേ ഉള്ളൂ. പിന്നെ ഇതിലൊരു സൂപ്പർ ഹീറോ എലമെന്റ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ടായിരുന്നു ഒരു പോസ്റ്റർ. നമ്മൾ ആദ്യം നമുക്ക് മനസ്സിൽ വരുന്നത് മിന്നൽ മുരളി, ആ ഒരു ടൈപ്പ് ശക്തിയൊക്കെ വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ശക്തിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്? അങ്ങനെ എന്റെ ക്യാരക്ടർ അല്ല, അത് പിള്ളേരുടെ സിനിമയാണ് ഇത് ആക്ച്വലി. അപ്പോ അതുപോലെ ഈ മിന്നൽ മുരളിയുടെ ഒരു അഡാപ്റ്റേഷൻ ചെയ്യുന്ന ഒരു കൂട്ടം കുട്ടികളുടെ ഒരു അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പൊ മിന്നൽ മുരളി തന്നെ മറ്റേ മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി നോക്കണ സീക്രട്സ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും കണക്ട് ആവണതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ ആലോചിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു സ്റ്റോറി വരുമ്പോ അങ്ങനത്തെ എന്തെങ്കിലും എലമെന്റ്സ് ഒക്കെ ഉണ്ടോ? കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരുപാട് പരിപാടികൾ ഉണ്ട് സിനിമയിൽ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പണ്ട് മനുവങ്കിൾ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, ഒരു സന്തോഷം. നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടിരുന്നത് ഒരു ക്യൂട്ട് സിനിമ, അങ്ങനത്തെ ഒരു ഫീലാണ്. അങ്ങനത്തെ ഒത്തിരി പരിപാടികളുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇതിൽ എന്താണ് ചേട്ടന്റെ ഒരു എന്റെ ക്യാരക്ടർ പ്രിയേഷ് എന്ന് പറഞ്ഞിട്ട്, പണ്ട് ഈ ആൽബം ഹോം സിനിമ ഒക്കെ മലബാർ സൈഡിൽ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ട് 2000-ന്റെ തുടക്കങ്ങളിലൊക്കെ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ആൽബങ്ങളൊക്കെ ചെയ്ത് നടന്ന ഒരു ആളായിട്ടാണ് എന്റെ ക്യാരക്ടർ. അപ്പൊ ഇപ്പൊ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി നടക്കുന്ന ഒരാള്. അപ്പൊ എന്റെ പെങ്ങടെ മോനാണ് ശ്രീപത്, നമ്മുടെ മാളിയപ്പുറം
അറിയാം. അപ്പൊ ശ്രീവതിന്റെ വെക്കേഷൻ അവൻ ഈ വീട്ടിൽ വരണതും പിന്നെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ. അതും വെക്കേഷനാണ്. അപ്പൊ ഇത് ഈ വെക്കേഷനിൽ പിള്ളേര് കാണുമ്പോ ഇത് വീട്ടിൽ പോയിട്ട് ട്രൈ അങ്ങനത്തെ എന്തെങ്കിലും എലമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ മാറിയെന്ന് തോന്നിയിട്ടില്ലേ? പണ്ട് നമുക്കൊരു വെക്കേഷൻ ഉണ്ടായിരുന്നപ്പം വേറൊരു വൈബായിരുന്നു. ബന്ധുക്കളുടെ വീട്ടിൽ പോവുക, ട്രിപ്പ് പോവുക, അങ്ങനത്തെ ആയിരുന്നു. ഇപ്പോഴത്തെ വെക്കേഷൻ ഒരു അതിനെക്കാട്ടി വേറൊരു വൈബല്ലേ? എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ സ്മാർട്ട് ഫോൺ ഒക്കെ വന്നപ്പോ കുറച്ചുകൂടി വേറൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ വെക്കേഷൻ രണ്ടും നമ്മള് അനുഭവിച്ച ആൾക്കാരായതുകൊണ്ട് നമുക്കിത്. പണ്ടത്തെ വെക്കേഷനിൽ അപ്പൊ എന്താ ചെയ്തത്? പണ്ട് പറഞ്ഞ പോലെ അമ്മ അവന്റെ വീട്ടിൽ പോവാ. ഞാൻ പറഞ്ഞത് താൻ പറഞ്ഞല്ലോ, ഇത് കേരളത്തിലെ എല്ലായിടത്തും ഇത് തന്നെ സംഭവിച്ചോണ്ടിരുന്നത്. അങ്ങനെയാണ് തുടക്ക സമയം. നമ്മൾ തീരെ കുഞ്ഞായിരുന്നപ്പോ അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ നമ്മളെ നാട്ടിൽ തന്നെയൊക്കെ എന്തെങ്കിലും പരിപാടികള്, ക്രിക്കറ്റ് കളി അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ സമയത്തേക്ക് ഇതായി കലാജാഥയൊക്കെ ഉണ്ടാവും. വെക്കേഷൻ സമയത്ത് വേനൽ തുമ്പി എന്ന് പറഞ്ഞിട്ട് കലാജാഥ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പാട്ട്, ഡാൻസ് പരിപാടികളൊക്കെ ആയിട്ട് അത് വെക്കേഷൻ സമയത്ത് മാത്രമുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ യാത്രകളും പരിപാടിയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മിമിക്രി ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ അതുമായിട്ടൊക്കെ ഉള്ള പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിലൊരു സൂപ്പർ ഹീറോയുടെ ആ ഒരു എലമെന്റ് അപ്പോൾ ആരാ ചെയ്യുന്നത്? അതാ കുട്ടികള്. ഓക്കെ, ഈ മൂവി ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും ഫൺ എലമെന്റ്സ് അങ്ങനെ ഭയങ്കര മെമ്മറി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചപ്പോ എല്ലാത്തിലും ഉണ്ടാവും അങ്ങനെയൊക്കെ. അതെന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് ഇന്റർവ്യൂവിൽ ചോദിക്കല് ഒരു പഴയ പരിപാടിയല്ലേ? അതല്ലേ എന്തെങ്കിലും അവിടെ ഉണ്ടായ 3 രസകരമായ പറയൂന്ന് പറഞ്ഞാ അങ്ങനെയല്ല, എന്തെങ്കിലും ഫൺ എലമെന്റ്സ് മെമ്മറി ആയിട്ടുള്ള എന്തെങ്കിലും കുട്ടികളുമായിട്ടുള്ള. ഇപ്പം കുട്ടികളുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയാൻ പാകത്തിനൊന്നുമില്ല. അത് ആ സമയത്ത് നമ്മൾ എൻജോയ് ചെയ്ത് ചിരിച്ചു കളിച്ചപ്പോ ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ടിരുന്ന് യൂനോ കാർഡ്സ് കളിക്കും. അതെ, ഇപ്പൊ ഇത്രയും നാളും ചെയ്ത മൂവി പോലെ അല്ലല്ലോ ഇത്, കുറച്ച് കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലേ കൂടുതലും. അപ്പൊ അതില് ഒരു നമ്മളിത് പഠിപ്പിച്ചു യൂനോ കാർഡ് കളിക്കാൻ. അപ്പൊ എനിക്കറിയില്ലായിരുന്നു അത്. അപ്പൊ പിന്നെ ഫുൾ അതായിരുന്നു അവിടെ പരിപാടി. പിന്നെ കോഴിക്കോടായിരുന്നു ഷൂട്ട്. അപ്പൊ കുറെ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോക്കുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, കുറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത്, നല്ല റെസ്റ്റോറൻറ്റുകൾ, ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടക്കണ്ടേ ആ സമയത്ത്, അവിടെയൊക്കെ പോയി. ഇതിലെ സോങ്സ് ഒക്കെ ഇത് രഞ്ജിനാണ് മ്യൂസിക്, രഞ്ജിൻ രാജ്. 2 സോങ്സ് ആണ് ഉള്ളത്. കൈതപ്രം തിരുമേനിയാണ് എഴുതിയിട്ടുള്ളത്. മനോഹരമായ സോങ്സ് ആണ്. ഒരെണ്ണം പാടിയിട്ടുള്ളത് രഞ്ജിനാണ്, ഒരെണ്ണം ഹരിചരനാണ് പാടിയിട്ടുള്ളത്. മോൻ അപ്പൊ ഏറ്റവും അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട മൂവി ഏതായിരുന്നു ചെയ്തതിൽ? അങ്ങനെ പറയാൻ പപ്പ എനിക്ക് ആ മൂവി വെച്ചതാ, അല്ലെങ്കിൽ എനിക്ക് ഈ മൂവി വെച്ചതാ അച്ഛൻ്റെ ഇഷ്ടം? അത് പറയും. ഇപ്പൊ ഇടിയൻ ജന്തുവാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവന്റെ ഇടക്കിടക്ക് വെച്ചോണ്ടിരിക്കുന്ന സാധനം. ഇടിയൻ ജന്തു വെക്കാൻ പറയും. അതിലെ പാട്ട്, അതിലെ സീനൊക്കെ കണ്ടോണ്ടിരിക്കും. അതൊക്കെ ഇഷ്ടം. പിന്നെ കള്ളനും പകുതിയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. അങ്ങനെയല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കൂലേ. നമുക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ. അതേ പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവൻ ഇടിയൻ ജന്തു കാണണമെന്നും പറഞ്ഞപ്പോഴും അത് വയ്ക്കുന്നത്. പക്ഷെ എനിക്കിപ്പോഴും ചേട്ടന്റെ കട്ടപ്പനയില് അത് തന്നെയാണ്. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയത്. പെൻഡ്രൈവ് ഒക്കെ സ്കൂളിൽ നിന്ന് പെൻഡ്രൈവ് ഒക്കെ മേടിച്ചോണ്ട് പോയിട്ടിരുന്ന് കണ്ട് പിന്നെയും ലീവിനിരുന്ന് കാണുമായിരുന്നു ആ സിനിമ. എനിക്ക് അത്രയ്ക്ക് ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടം, റിലേറ്റബിൾ ആയിരുന്നു. ആ ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ അത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു സ്റ്റോറി? പ്രത്യേകിച്ച് അതിലിങ്ങനെ കളറിസത്തിനെ പറ്റിയൊക്കെ പറയുമായിരുന്നല്ലോ. ഇപ്പം ഞാൻ കറുത്തിട്ടാണ്, അവള് നോക്കുന്നില്ല, അതുകൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? റിയൽ ലൈഫിൽ ആരുടെയെങ്കിലും സ്റ്റോറി അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു? വേറെ ആരും, നമ്മുടെ തന്നെ അതല്ലേ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും റിലേറ്റ് ആവാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു 90% ആൾക്കാർക്കും കണക്റ്റ് ആവും അത്. കാരണം അങ്ങനെയുള്ള കോംപ്ലക്സുകൾ ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം എല്ലാവർക്കും ഉണ്ടാവും. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാര്യം എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും സ്വന്തമായിട്ട് എനിക്കിത് എൻ്റെ ഇന്ന കുറവുകൾ എനിക്കുണ്ടെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അതിലേക്ക് ഇച്ചു. പിന്നെ അഭിനയമോഹിയാണ്. അതും ഒരു 90% പേർക്കും റിലേറ്റ് ആവുന്നൊരു കാര്യം. പ്രത്യേകിച്ച് അഭിനയമോഹികളായിട്ട് നടക്കുന്ന ആളുകൾക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അതെ, പണ്ടെന്നൊക്കെ പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഒരു പാടായിരുന്നു. ഓഡീഷന് പോകണം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പോകാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ട്, ട്രാക്ക് ഉണ്ട്. വിചാരിച്ചിട്ടുണ്ടോ പണ്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിലെന്ന്? ഇല്ല. നമ്മൾ ദൈവം സഹായിച്ച് വളരെ എന്താ പറയുക സ്മൂത്തായിട്ട് സിനിമയിൽ എത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണം. അതൊരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതി അതിൽ സന്തോഷിക്കുകയാണ്. അതില് പക്ഷെ എനിക്ക് ഇതായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തിക്കണ സ്വഭാവം എനിക്കില്ല. പക്ഷെ ഇപ്പൊ ആൾക്കാരെന്ന് വെച്ചാൽ ഒരു ഫോണും ട്രൈപോഡും ഒക്കെ എടുത്ത് റീൽസ് ഇടുക,
ക്രിയേറ്റർ ആവും, പിന്നെ കാണുന്നത് അവരെ സ്ക്രീനിലേക്കാണ്, പിന്നെ അത് ഭയങ്കര ഹിറ്റാവും, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതുമുഖങ്ങൾ വരുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഒത്തിരി പുതുമുഖങ്ങൾ അല്ല, വരുന്നത്. ഞാൻ പറയട്ടെ, ലക്ഷക്കണക്കിന് പേരാണ് ഇത് ചെയ്യുന്നത്. അതിൽ എത്ര പേരാണ് ഇതുപോലെ വരുന്നത്? ഡിസർവിങ് അല്ലാത്ത ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ അതേപോലെ സക്സസ് ആയ? അല്ല, പണ്ട് കഴിവുണ്ടെങ്കിലും അത് എത്തിപ്പെടാൻ ഇച്ചിരി പാടായിരുന്നു. അത് ആ കാലഘട്ടത്തിന്റെയും അന്നത്തെ സാഹചര്യങ്ങളുടെയും ഇതാണ്. അന്നും എത്താനൊരു സമയം എടുക്കുമെങ്കിലും ഒക്കെ പോലും അന്നും ഈ പറഞ്ഞ പോലെ എത്തുന്നുണ്ടല്ലോ ആൾക്കാർ. അതുപോലെ ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, പ്ലാറ്റ്ഫോമുകളൊക്കെ വെച്ചിട്ട് ഡിസർവിങ് ആയ ആളുകൾ എത്തുന്നുണ്ട്. അല്ല, ഇപ്പൊ ഇങ്ങനെ പുതുമുഖങ്ങൾ വരുന്നതിനെ പറ്റി അപ്പൊ എന്താ അഭിപ്രായം? കുറച്ചും കൂടി എന്താ പറയാ, വൈഡായി, ഓപ്പണായി. അത് നല്ല കാര്യമാണല്ലോ. മറ്റേത് നമ്മളെ ഒന്ന് എക്സ്പോസ് ചെയ്യിക്കാൻ, നമ്മളെ കാണിക്കാൻ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇപ്പൊ ഒരു മലയാള സിനിമയിൽ ഒരു ഒത്തിരി നടന്മാരുണ്ട്, പേരെടുത്ത് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ നടന്മാരുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ ഒരു ഇതില്? അതുണ്ട്, പക്ഷെ അന്നത്തെ അത്രയും എന്താ പറയാ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അന്നത്തെ അത്രയും ഓപ്ഷൻസ് ആക്ച്വലി ഇന്ന് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ. ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഒരുപാട് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് സ്റ്റിൽ. അപ്പോഴും നമുക്കിപ്പോൾ ഞാനൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഇവരെയൊന്നും. ശങ്കരാടി, കുതിരോട്ടം പപ്പു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെയുള്ള ആളുകളുടെ ആ സിനിമകളിലൊക്കെ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് ആ ക്യാരക്ടറാന്ന് തോന്നും. ഇപ്പൊ ഒരു അമ്മാവനായിട്ട് ശങ്കരാടി എന്ന് പറഞ്ഞ ആളെ കാണുമ്പോൾ കറക്റ്റ് അമ്മാവനാണ്. വേറൊരു പടത്തിൽ പുള്ളി ഏതെങ്കിലും ഒരു കമ്പനിയുടെ MD ആയിട്ട് കാണുമ്പോൾ ഇയാൾ MD ആണ്, ഒരു തർക്കമില്ല അതില് എന്ന് പറയാം. ഇപ്പൊ ജഗതി ശ്രീകുമാർ ആണെങ്കിലും അങ്ങനെയുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ കണ്ടാണ് നമ്മുടെ ബാല്യം, അവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട്. അപ്പൊ ഇപ്പൊ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്ത പോലെ ഇങ്ങനെ മാറി മാറി വെർസറ്റൈലായിട്ടുള്ള പരിപാടികൾ ഇപ്പൊ എനിക്ക് സിനിമകളിൽ ഉണ്ടാവുന്നില്ല. ഒരിക്കലും സത്യനന്ദിക്കാട് സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. അങ്ങനെ ക്യാരക്ടേഴ്സ് വരാത്ത എന്താന്ന് പറഞ്ഞാൽ അതുപോലെ കാസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റിയ ആൾക്കാർ ഓപ്ഷൻസ് ഇല്ല എന്ന് തോന്നണോണ്ടാണെന്നും കൂടി പറഞ്ഞു. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള നടന്മാരുണ്ട്, എനിക്ക് ഇതുപോലെ ഒരു അഭിനയം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആക്ടർ ആവണമെന്ന് തോന്നിയിട്ടുള്ള നടന്മാരാരെങ്കിലും ഉണ്ടോ? നമുക്ക് ചെറുപ്പത്തിലേ കാണുന്ന എല്ലാ നടന്മാരോടും ആരാധനയും ഇതുപോലെ ആവണമെന്നൊക്കെ ലാലേട്ടൻ, മമ്മൂക്ക ഇവരൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി നമ്മുടെ ഇത് വെച്ച് തോന്നിയേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസനെ കുറിച്ച് ഇങ്ങനെ എല്ലാവരും പറയുകയോ ഇവൻ വലുതാവുമ്പോൾ ശ്രീനിവാസനെ പോലെ ആവും എന്നൊക്കെ പറയണോണ്ടായിരിക്കും എനിക്ക് ശ്രീനി സാറിനോട് ഭയങ്കര ഒരു അങ്ങനെ ഒരു ചെറുപ്പം തുടങ്ങി അങ്ങനെ ഒരു എന്നെ കുറിച്ച് അങ്ങനെ പറയുകയും കൂടി ചെയ്യണോണ്ടായിരിക്കും എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ ഏത് സിനിമയായിട്ട് ഇഷ്ടം ഒരു ക്യാരക്ടർ പറയോ? എനിക്ക് നമ്മുടെ വടക്കോക്കേന്ദ്രം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊന്മുട്ടിയിടുന്ന താറാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് രഘുനാഥ് പലേരി സാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. പക്ഷെ ശ്രീനാഥിൻ്റെ പെർഫോമൻസ് വൈസും അതേപോലെ മിഥുനത്തിലെ ക്യാരക്ടർ എന്ത് പൊളിയാണ് പുള്ളി. ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് പണ്ടത്തെ മൂവീസൊക്കെ ഭയങ്കര റീവാച്ച് ചെയ്യാൻ നമുക്ക് എപ്പോഴും യൂട്യൂബിലായാലും ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കാണാൻ തോന്നുന്ന സിനിമ, പുതിയ സിനിമകൾ, ഞാൻ ഒരാൾ യൂട്യൂബിൽ പറയുന്നത് കേട്ടാണ്, എൻ്റെ പേഴ്സണൽ അല്ല, പുതിയ സിനിമകൾ അങ്ങനെ റീവാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവീസ് അല്ല എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എന്താണ് വിഷ്ണു ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനെപ്പറ്റി? പുതിയ സിനിമകൾ പഴയ സിനിമകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയതിൽ എല്ലാ സിനിമയും ഇരുന്ന് അങ്ങനെ കാണുമോ? അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അന്ന് അത്രയും കൊള്ളാവുന്ന തോന്നുന്ന ഏതെങ്കിലും സിനിമകളാണ്. വളരെ ചുരുക്കം ചില സിനിമകളാണ് ഈ പറഞ്ഞ റീവാച്ച് ചെയ്യണത്. അവിടെ എല്ലാ സിനിമയും ഇരുന്ന് തച്ചിരുന്ന് പുറകെ കാണുമൊന്നുമില്ല. അതുപോലെ തന്നെ പുതിയ സിനിമകളിലും ചില സിനിമകൾ അടിപൊളി സിനിമയല്ല, എത്ര തവണ കണ്ടാലും മതിയാവാത്ത, വീണ്ടും വീണ്ടും കാണുന്ന, റീവാച്ച് ചെയ്യുന്ന പുതിയ സിനിമകളുണ്ടല്ലോ. കാലഘട്ടത്തിനനുസരിച്ച് മൊത്തത്തിൽ ആ സ്റ്റൈല് മാറിക്കൊണ്ടേയിരിക്കും. മേക്കിംഗ് ആണെങ്കിലും പെർഫോമൻസിന്റെ മീറ്റർ ആണെങ്കിലും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യണ അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാനല്ല, എന്നാലും അത് ഇവിടെ കൊണ്ട് നിർത്തല്ലോ. ഇപ്പൊ ഞാൻ റീൽസിൽ കാണുമ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്, പണ്ടത്തെ മൂവീസ്, ലെജൻസ് ചെയ്തിട്ടുള്ള മൂവീസ്, ഞാൻ ചേട്ടനെ അങ്ങനെ ഇതായിട്ടില്ല, പൊതുവെ പറയുന്ന ഒരു കാര്യം ഭയങ്കര റീവാച്ചബിൾ ആണ്, നമുക്ക് എപ്പോഴും കാണാം. ഇപ്പൊ പറഞ്ഞില്ലേ പൊന്മുട്ടയിടുന്ന തറവ്, ഇങ്ങനത്തെ കുറെ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഒത്തിരി ഒത്തിരി നമ്മളെപ്പോഴും മതിയാവത്തില്ല. അതാ ഉദ്ദേശിച്ചിട്ടു, ഇപ്പൊ മനസ്സിലായില്ലേ, അതാ ഉദ്ദേശം. അപ്പൊ അങ്ങനത്തെയാണ് കൂടുതലും പണ്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനെല്ലാം കാണും, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി കുറച്ച് റാപ്പിഡ് ഫയറിലോട്ട് പോവാം. ഇപ്പോൾ ഇത്രയും ചെയ്ത ക്യാരക്ടറിൽ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യും? സിനിമയിൽ ചെയ്യുമ്പോൾ എല്ലാ ക്യാരക്ടറും എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടായിരിക്കും. വെറുതെ ഒരു പ്രശ്നം
യഥാർത്ഥ ജീവിതത്തില് അത്ര പ്രശ്നങ്ങളില്ല, വെറുതെ ആ വള്ളി പിടിക്കണോ. അല്ല എന്നാലും അതിലൊരു ക്യാരക്ടറാണ് അത്ര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. ഒരു നല്ല എലമെന്റ്സ് കാണുമല്ലോ അതില്. ഇപ്പം ശിക്കാരി ശംഭു അതിലൊക്കെ കുറച്ച് നല്ല എലമെന്റ്സ്. അതിലൊക്കെ കള്ളനാണോ, പേടിച്ച് ജീവിക്കണം. യഥാർത്ഥ ജീവിതത്തിലേക്ക് ആ ക്യാരക്ടറായിട്ട് എനിക്ക് ജീവിക്കണമെന്ന് പറയണില്ല, ഒന്നുമില്ല. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുക. ചൈൽഡ്ഹുഡിൽ നമ്മള് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു സ്മെല്ല് പുസ്തകം തുറക്കുമ്പോഴ. ഓ അതെല്ലാരും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ മഴക്കാലത്ത് സ്കൂളിൽ ചെന്ന് മണ്ണിന്റെ മണമാണോ? അല്ല, മഴക്കാലത്ത് നമ്മള് മഴ നനഞ്ഞിട്ട് കുടയൊക്കെ ചൂടിയാണെങ്കിൽ ചെന്നിട്ട് ഈ കുടയൊക്കെ വരാന്തയിലൊക്കെ വെച്ചിട്ട് അത് കയറുമ്പോഴേക്കുള്ള ആ ഒരു മഴക്കാല സമയത്ത് ജൂൺ ജൂലൈ സമയത്ത് സ്കൂളിൽ രാവിലെ ഒരു പ്രത്യേകമാണ് കേട്ടോ. ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു ആക്ടർ ആണല്ലോ അവരുടെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ആക്ടർ. അയ്യോ അങ്ങനെ ഒരു ആക്ടർ ഒന്നുമല്ല, ഒരുപാട് പേര് നമുക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ തന്നെ ഞാൻ ഇപ്പൊ ലാലേട്ടന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഒക്കെ അഭിനയിച്ചു. എനിക്ക് രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ച കൊള്ളാന്നുണ്ട്. ഓക്കെ, തമിഴില് ധനുഷ് ആക്ട് ചെയ്ത മൂവിയിൽ ഈ ക്യാരക്ടർ ഞാൻ പൊളിച്ചു എന്ന് തോന്നിയ ഒരു മൂവി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ. പാൻ ഇന്ത്യൻ സ്റ്റോറി കണ്ടോ? ആരും കണ്ടിട്ടില്ല, ധൈര്യമായിട്ട് പറയാലോ. ഏത് മൂവിയാണ് കൂടുതലും റീവാച്ച് ചെയ്തത്? ഏറ്റവും കൂടുതൽ തവണ പിന്നെ കണ്ടേക്കണോടായിരിക്കും ഗോഡ് ഫാദർ ഒക്കെ ആയിരിക്കും. അത് ഇന്ന പടമൊന്നുമില്ല, ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ. ഇൻഹരിയർ നഗർ, സിദ്ദിഖ് ലാൽ സിനിമകൾ എനിക്ക് ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ മൂവി എന്ന് പറയുന്നത് നമ്മൾ ഈ അഭിനയം മാത്രമല്ല, പുറകിൽ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട്. ഈ ആക്ടിങ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. ഇപ്പം കുറെ പേർക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ. ഇപ്പൊ ഒരു മൂവി കാണുമ്പോൾ അത് ഇത്ര സിമ്പിളാണ്, 2.5 മണിക്കൂറത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ അത് എത്ര ഒരു ടൈമിന്റെ ഒരു എഫേർട്ടാണ്. ഒരു മിനിമം ഒരു 50 ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു സിനിമ. ഈ 50-60 ദിവസം കൊണ്ട്, ചില സിനിമ 100 ദിവസമാണ്, ചിലത് 30 ദിവസം കൊണ്ട് തീരും. ഒരു ആവറേജ് പറഞ്ഞാൽ 50-60 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സാധനമല്ലേ നമ്മൾ ഈ 2-2.5 മണിക്കൂറിനുള്ളിൽ കാണുന്നത്. ഏറ്റവും സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു പീരീഡ് ഏതാണ് ഈ മൂവിയിൽ അഭിനയിക്കുമ്പോഴത്തേക്ക്? ഇത് ഇച്ചിരി ടഫാണ് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ? ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് സ്ക്രിപ്റ്റ് ആക്കുന്ന സമയത്താണ്. സ്ക്രിപ്റ്റ് ആക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇല്ല, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് എനിക്ക് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കൊളാബറേഷൻ ആണല്ലോ. അപ്പൊ ഈ മൂവിയിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്ന സീൻസ് ഇമോഷണൽ ആണോ, ഫൺ, ഇപ്പൊ എന്തെങ്കിലും കോമഡി പറയുന്ന ഓരോ സീക്വൻസ് ആണോ? അങ്ങനെ ഫിക്സഡ് ആയിട്ടൊന്നും ഇല്ലടോ. ഏതാണ് ഏറ്റവും എളുപ്പം? ഇമോഷണൽ ആണോ എളുപ്പം, അതോ ഫൺ എലമെന്റ്സ് ആണോ എളുപ്പം? നമുക്ക് ചെയ്യാൻ എന്താ പറയാ, ഇമോഷണൽ സീൻസ് ചെയ്യാൻ പേഴ്സണലി ഈ പറഞ്ഞ പോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു നമ്മളിൽ അതിനൊരു കോൺസെൻട്രേഷൻ പരിപാടിയൊക്കെ ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ അതൊരു രസമാണ്. എനിക്ക് വേണം അത് കുറച്ചും കൂടി ചെയ്യാൻ രസമാണ്. ഹ്യൂമറിൽ ഭയങ്കര ചെയ്തെടുക്കൽ ഭയങ്കര പാടാണ്, പക്ഷെ എന്നാലും ചെയ്യുമ്പോൾ അത് ഭയങ്കര അതും രസമാണ്. അതിനൊന്നും അങ്ങനെ തിരിക്കാൻ പറ്റില്ല. അതെങ്ങനെ ഇത് ആരുടെ കൂടെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള പോലെ ഇരിക്കും. മോഹൻലാൽ ഓർ മമ്മൂട്ടി? അവരുടെ സിനിമേഴ്സ് ഞാൻ അതിൽ കുറച്ച് അങ്ങനെയല്ല, കുറച്ച് സിനിമേഴ്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. ഞാൻ പിന്നെ എന്തോ അന്താരാഷ്ട്ര GK ചോദിക്കണേ എന്നാ പറഞ്ഞ, നമുക്ക് ഇനി കുറച്ച് GK ചോദിക്കാം. അത് ചോദിക്കില്ല, എനിക്കറിയാവുള്ള. മോഹൻലാൽ ഓർ മമ്മൂട്ടി ഏതെങ്കിലും ഒരാളെ പറയാം, അപ്പൊ അവരുടെ കുറച്ച് മൂവീസ് ഞാൻ പറയാം. മോഹൻലാൽ ഓർ മമ്മൂട്ടി മമ്മൂട്ടി. ഓക്കെ, ഞാൻ മമ്മൂട്ടിയുടെ കുറച്ച് മൂവീസ് പറയാം. ക്രോണിക് ബാച്ചിലർ ഓർ ഹിറ്റ്ലർ ഓർ സേതുരാമയ്യർ? ഹിറ്റ്ലർ ഓക്കെ. ഹിറ്റ്ലർ ഓർ വലിയേട്ടൻ? ഹിറ്റ്ലർ ഓർ രാജമാണിക്യം? എനിക്ക് ആക്ച്വലി ഹിറ്റ്ലർ ഓക്കെ. ഹിറ്റ്ലർ ഓർ കാഴ്ച? കാഴ്ച ഓർ ബെസ്റ്റ് ആക്ടർ? ഓക്കെ. ബെസ്റ്റ് ആക്ടർ ഓർ ഭീഷ്മ? ഓക്കെ. ഭീഷ്മ ഓർ ബിഗ് ബി? ഭീഷ്മ ഓർ ഭ്രമയുഗം? ഓക്കെ, കഴിഞ്ഞു. ഇനി ഞാൻ വേറെ മൂവീസ് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഒത്തിരി മൂവീസ് ഉണ്ടാ, ഞാൻ പിന്നെ അത് വലിച്ചിതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. തോന്നിയില്ലേ ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്താ കുസൃതി ചോദ്യം ചോദിച്ചാൽ ചളിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധനം നിങ്ങൾക്ക്. ഇപ്പോൾ ആക്ടിങ് മാത്രമല്ല, റൈറ്റിംഗ് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു സിനിമ ഇപ്പം എഴുതുമ്പോഴത്തേക്കും ആർക്കെങ്കിലും കഥ ഭയങ്കര ഗൗരവമല്ലേ? ഇനിയിപ്പോ ഗൗരവമാണ്. ഒരാളത്തെ കഥ പറയുമ്പോൾ ഏറ്റവും ടെൻഷനായിട്ട് പോയി സ്റ്റോറി പറഞ്ഞത് ആരോടായിരുന്നു? അതിപ്പോ പറയാൻ പറ്റില്ല.
കാരണം അത് നടന്നില്ലല്ലോ. ഇനി അത് വെറുതെ പറഞ്ഞു പണി മേടിക്കരുത്. അല്ല റൈറ്റിംഗ് ഉണ്ടല്ലോ. അതെ, ഞങ്ങൾ എഴുതിയ സ്ക്രിപ്റ്റ് പോയി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെൻഷനായിട്ട് പോയി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ലാലേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ ഒരു സബ്ജക്ട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ അത് ഇഷ്ടമില്ല. പുള്ളിയോട് പറഞ്ഞു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് പറയുമ്പോ. പറയാൻ പോകുമ്പോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. എന്തായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത്? പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നു. ആന്റണി ചേട്ടനോട് പറഞ്ഞ ആന്റണി ചേട്ടന് ഇഷ്ടപ്പെട്ടായിരുന്നു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടപ്പോ നമുക്കൊരു ധൈര്യമായി. എന്നിട്ടാ ലാലേട്ടൻ, പക്ഷെ ലാലേട്ടന് അത്ര വർക്കായില്ല. സ്റ്റോറി ഇപ്പോഴും ഉണ്ടോ കയ്യില്? കയ്യിലുണ്ട്. വേറെ ആർക്കെങ്കിലും ഇനി വേറെ ഒരു ക്യാരക്ടറിനോട്? അത് ലാലേട്ടനെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്കത് വേറെ അങ്ങോട്ട് ചെയ്യാൻ തോന്നിയില്ല. അത് പിന്നെ റീറൈറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് ഒന്ന് മാറ്റി എഴുതാന്ന് വിചാരിച്ചിട്ടിരിക്കുക. എന്താണ് സ്റ്റോറി? അത് മൊത്തം ഒന്ന് പറയട്ടെ, സ്ക്രിപ്റ്റ് എടുത്ത് കൂടി ഒന്ന് വായിക്കാം. ഞാൻ ചുമ്മാ 4 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ 4ലും ക്യാരക്ടർ ആരാണെന്ന് മനസ്സിൽ എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ആ സ്റ്റോറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വരും ഇന്ന ആള് ചെയ്താൽ ഈ ക്യാരക്ടർ അടിപൊളിയായിരിക്കും? ഞങ്ങളെ വെച്ചിട്ടാണ് ആദ്യത്തെ പടം എഴുതുന്നത്. പക്ഷെ അത് വന്നിട്ട് പിന്നീട് ചെയ്ത് പ്രൊജക്റ്റ് ആയ സമയത്ത് പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത്, ആസിഫ് അലി അവരൊക്കെ വന്നപ്പോഴാണ് അത് ഒരു വലിപ്പമായതും. അപ്പൊ അവരുടെ ഒരു സ്കെയിലിലേക്ക് വന്നു. അവരതുവരെ ചെയ്യാത്തൊരു പരിപാടിയായിട്ട് ഫീൽ ചെയ്യാൻ കാര്യം അവരെ ഉദ്ദേശിച്ച് എഴുതിയത് അല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ ഉദ്ദേശിച്ച് എഴുതിയ ക്യാരക്ടർ വന്നിട്ട് പൃഥ്വിരാജ് അഭിനയിക്കുമ്പോൾ അതിന് ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ഞങ്ങൾ അതിനുശേഷം അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് ആരാണെന്ന് തീരുമാനിക്കാം എന്നൊക്കെ കരുതി. അങ്ങനെ തുടക്കത്തിൽ ആലോചിക്കും, പക്ഷേ എഴുതി വരുമ്പോൾ നമ്മൾ ഒരാളിലേക്ക് എത്തും. എപ്പോഴാണ് ഈ ഒരു സ്റ്റോറി ഒക്കെ എഴുതാനായിട്ട് തുടങ്ങിയത്? എനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട് ഇങ്ങനെ എനിക്ക് തോന്നിയത് എപ്പോഴാണ്? എഴുതുന്ന കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല. അഭിനയിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ അത് മാത്രമേ നമ്മുടെ ഫോക്കസ് ഉണ്ടായിരുന്നു. ഈ BC നൗഫൽ എന്ന് പറഞ്ഞിക്ക ഇങ്ങനെ പറഞ്ഞു, ബിബിനൊക്കെ അന്ന് പുള്ളിയുടെ പ്രോഗ്രാം ചെയ്യേണ്ടത് രസികരാജ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യേണ്ട എഴുതണമുണ്ട്. അപ്പോൾ ബിബിൻ്റെ അടുത്ത് നൗഫലിക്കാണ് പറഞ്ഞത്, നിങ്ങൾ വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത് പുള്ളി ഡയറക്റ്റ് ചെയ്തോളാം. അത് പറഞ്ഞപ്പോഴാണ് ബിബിനെ. അപ്പോൾ ബിബിൻ്റെയൊക്കെ സ്കിറ്റുകളുടെയൊക്കെ ഡിസ്കഷൻ ഞാൻ അവരുടെ കൂടെ ഇരിക്കാറുണ്ട്. ഞാൻ എഴുതാനൊന്നും ഒരിക്കലും ഇരുന്നിട്ടില്ലെങ്കിൽ പോലും സ്കിറ്റ് എഴുതാനൊക്കെ ആയിട്ട് ഡിസ്കഷന് വേണ്ടി കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു റാപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കായതുകൊണ്ട് ബിബിനപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്കന്ന് ഒരുമിച്ച് എഴുതിയാലോ എന്ന് ചോദിച്ചാൽ അതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതിനെ കുറിച്ച്. അപ്പോൾ അവൻ ചോദിച്ചതിൻ്റെ പേരിൽ എന്നാൽ നമ്മളെ ആ നായകന്മാരാക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നാൽ ശരി നമുക്ക് എഴുതാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒരുമിച്ച് ഇരുന്നതാണ് എഴുതാൻ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. ഇപ്പോൾ മറ്റേ കട്ടപ്പനയിലെ ആ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, മമ്മൂട്ടി പറഞ്ഞു നിങ്ങൾ നടനാവണമെന്ന്. മമ്മൂട്ടിയുടെ സിനിമയിൽ ഇപ്പം TV കണ്ടിട്ട് പറയും നിങ്ങൾ നടനാവണമെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പം ചേട്ടൻ പറയട്ടെ അത് നമ്മൾ മാത്രമേ നിങ്ങളും കൂടെ വിചാരിക്കണമെന്ന്. ആ ഒരു സീൻ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഇതായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ആ സിനിമ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു നടനാവാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതിലിപ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും കയറി വരുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പം അത് എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്ന് ഒരു ടിപ്പ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും പറയാൻ? ഒരു ടിപ്പും ഇല്ല. അത് എന്ന് വെച്ചാൽ ഞാൻ സിനിമയിലേക്ക് വന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ. ഈവൻ ബിബിൻ പോലും ഞാൻ വന്ന വഴിയല്ല ബിബിൻ വന്നിട്ടുള്ളത്, അതുപോലെയല്ല മമ്മൂക്ക സിനിമയിൽ വന്നിട്ടുള്ളത്, അതുപോലെയല്ല ലാലേട്ട സിനിമയിൽ വന്നിട്ട്. അപ്പം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് ആ പാത്ത് എന്ന് പറയുന്നത്. ആഗ്രഹം സിൻസിയർ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഏതെങ്കിലും ഒരു വഴി ഓപ്പൺ ആവും. അപ്പം ഇപ്പം എന്നോട് പലരും പറയണത് ഒരു ചാൻസ് ആയാട്ടാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരും, ഇത്ര കടങ്ങളുണ്ട് അതുകൊണ്ട് ഒറ്റ ചാൻസ് തന്നാൽ മതി അപ്പം തന്നെ അതോടുകൂടി ഞാൻ രക്ഷപ്പെട്ടോളാം, പിടിച്ചു കയറിക്കോളാം. അതെങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചില ആൾക്കാർ അഭിനയിക്കാൻ താല്പര്യപ്പെട്ട് സിനിമയിൽ കയറുന്ന ആൾക്കാരും ഉണ്ട്, പാഷൻ. ചില ആൾക്കാർ ഇതിലൊത്തിരി ഇൻകം കിട്ടും, ഒരു നടനായാൽ ഇൻകം കിട്ടും എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. ഏത് കാറ്റഗറി ആയിരിക്കും ഒരു മൂവിയിൽ നിന്ന് വളരാൻ സാധിക്കാം ഒരു മൈൻഡ് സെറ്റിൽ വരുമ്പോൾ? പൈസക്ക് വേണ്ടി വന്നാൽ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ പാഷന് വേണ്ടി നിൽക്കുമ്പോൾ പൈസ പുറകെ വരും. അതാണ് അതിൻ്റെ റൂട്ട്. അല്ലാതെ സിനിമയിൽ വന്നതും കൊണ്ട് പൈസ ഉണ്ടാക്കി എന്ന് പറയാനായിട്ട്
എത്ര വർഷം എടുക്കും വെച്ചിട്ടാ ഇത് ഓരോ എനിക്കൊക്കെ ഒരു പറയത്തക്ക ഒരു പേയ്മെന്റ് കിട്ടുന്നത് പക്ഷേ 10 കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലൊക്കെ ഇവരുടെ വരുമാനം എന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ ഒക്കെ വന്നിട്ടുള്ളത് വെച്ചാൽ കട്ടപ്പല 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് 50 1 കോടി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അല്ല അത് ചില യൂട്യൂബേഴ്സ് ഉണ്ട് ഇവരുടെ ഇന്ന സിനിമയുടെ വരുമാനം എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഓരോ സംഭവം ഇറക്കുമല്ലോ. അപ്പൊ ആൾക്ക് വെച്ചൊക്കെ അത് ശരിയാണ്. അപ്പം മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഈ സിനിമയിൽ എവിടെയാ നമുക്ക് ഇത്ര പേയ്മെന്റ് നമുക്ക് കിട്ടും എന്നുള്ള ഇതുണ്ട്. സിനിമയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ഞാനിപ്പോ വാഴ 2ന്റെ ഇത് ഉണ്ട് 250 കോടിയായി. അപ്പൊ ഒരു 50 കോടിയെങ്കിലും ആഷിറിനും കൂട്ടുകാർക്കും കൊടുത്തിട്ടുണ്ടാവും. ഞാനും വിചാരിച്ചു 1 കോടിയെങ്കിലും ഓരോ കോടി വെച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ കിട്ടുമ്പോ നടന്മാർക്ക് കൊടുക്കൂ. എന്തിന് ഇല്ലല്ലേ? ഓക്കെ, ഈ പ്രൊഡ്യൂസർ അല്ലേ ഇതിനു വേണ്ടി റിസ്ക് എടുക്കുന്നത്. ആ റിസ്കിനല്ലേ പൈസ. ഇത് ഭയങ്കര ഇതായിട്ട് ഇത്ര കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറക്കുമല്ലോ ഓരോ പേജസ്. അപ്പൊ അതിലെ കോമന്റ്സ് ഒക്കെയാണ് അവർക്ക് ഇത്ര പേയ്മെന്റ് കിട്ടിക്കാണോ, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചാൽ അതിനുശേഷമാണ് ഓരോ ആൾക്കാരും കോണ്ടന്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്നത്. ഞാൻ പോലും അല്ല അതൊക്കെ ഇറങ്ങിക്കോ. അപ്പൊ ഇപ്പോ നിങ്ങൾക്കൊരു എക്സ്പോഷർ കിട്ടാൻ ഒരൊറ്റ ദിവസം പോരെ വൈറലാവാൻ. പക്ഷെ നമുക്ക് കഴിവില്ലല്ലോ അഭിനയിക്കാൻ. ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ട്രാൻസിഷൻ ഇങ്ങോട്ട് തിരിയുമ്പോ സാരി, അങ്ങോട്ട് തിരിയുമ്പോ ചുരിദാർ, അതൊക്കെ ഏത് സിനിമയിൽ എടുക്കാൻ നല്ല ആ ട്രാൻസിഷൻ ഒക്കെ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് ഒരു എഡിറ്ററായി വളരാൻ സാധിച്ചാലോ. ഞാൻ എഡിറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോ ഈ മൂവിയിൽ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന മൂവിയില് അപ്പോ ആ സിനിമയില് ഒരു എന്തെങ്കിലും ഒരു എലമെന്റ് ലൈക്ക് എന്താ ഞാൻ പറയുന്നത് അതല്ല ഇപ്പൊ എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും കുട്ടികൾക്ക് അതിലുണ്ടോ, സീക്വൻസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും? ഉണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു ഫാമിലി ആയിട്ട് കണ്ടിട്ട് കൊള്ളാം, നല്ല സിനിമ, മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു സിനിമയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. അതിൽ കുറച്ച് എന്താ പറയുക ഇമോഷണലിയും ഒക്കെ കണക്ട് ആവാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചല്ലേ. ഇത് കണ്ട എല്ലാവരും ഒരേ പോലെ എണീറ്റ് ഇത് കൈയടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ്. ഇതാരോ ഉപദ്രവിക്കുന്ന സിനിമയല്ല എന്തായാലും. ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സിനിമയാണ്. അപ്പൊ ഒരു വലിയൊരു പ്രതീക്ഷയിലാണ് പെരിയുന്നത്. ഒരു സന്തോഷം വന്നാൽ ഇന്റർവ്യൂ തീരാറായപ്പോ അങ്ങനെയാണോ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടോ? എനിക്ക് മുഖം കണ്ട അപ്പ മനസ്സിലാവും. ഒരാളെ എനിക്ക് ഫേസ് കാണുമ്പോ അപ്പ മനസ്സിലാവും ഇതെന്ത് തീരാത്തെന്ന് ഇരിക്കുമ്പോൾ ഒരു ഇത് എനിക്ക് മനസ്സിലാവും. അപ്പൊ എന്തിനാ ഭാവി മനസ്സിലായല്ലോ. മുഖലക്ഷണം. എന്തായാലും സന്തോഷം. അപ്പൊ എല്ലാവരും റിവോൾവർ റിങ്കു കാണും, ആസ്വദിക്കൂ.